പത്തനംതിട്ടയിലെ ഡിവൈഎഫ്ഐക്കാർ വീണ്ടും വാക്കു പാലിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വയനാട് കണ്ടു, ഏറ്റവും ഒടുവിൽ പത്തനംതിട്ട പന്തളത്ത് വലിയ തോട് ശുചീകരണ പ്രവർത്തനം. അങ്ങനെ ഡിവൈഎഫ്ഐയുടെ കോന്നി ബ്ലോക്ക് കമ്മിറ്റി വലിയൊരു വാക്ക് പാലിച്ചിരിക്കുകയാണ്. അത് 2 ആഴ്ച മുമ്പേ ഈ കോന്നി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയപ്പോൾ അവർ പെയിൻ്റ് അടിച്ച് ഈ സ്കൂള് കൈമാറുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ കണ്ട അതിൻ്റെ പണികളൊക്കെ പൂർത്തിയായിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷറർ അനീഷ് ചേരുവാണ്. അനീഷെ, നിങ്ങൾ പറഞ്ഞ വാക്ക് ഇപ്പം പാലിച്ചിരിക്കുകയാണ്. അതെ, നമ്മൾ ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മുമ്പാണ് നമ്മുടെ സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ PTA നമ്മളോട് ഇത്തരത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കെട്ടിടം ഒന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്ത് നൽകുമെന്ന് ചോദിച്ചിട്ടുള്ളത്. ഉടനെ തന്നെ ഞാൻ DYFIയുടെ ബ്ലോക്ക് ഭാരവാഹികളുമായിട്ട് സംസാരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൂടിയാലോചന നടത്തിയപ്പോൾ ഇത്തരത്തിലൊരു പ്രവർത്തനം DYFI യൂത്ത് ബ്രിഗേഡ് ഏറ്റെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കാണുമ്പോൾ അറിയാം, നമുക്ക് നല്ല മനോഹരമായ ക്ലാസ് റൂമിൻ്റെ പുറത്തെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പം ഇപ്പോൾ ഈ കുട്ടികളൊക്കെ ഇനി വരുമ്പോൾ നമുക്ക് സ്കൂളിൽ അധ്യാപിക ചെയ്യുന്നുണ്ട്. ടീച്ചറെ, വളരെ മനോഹരമാക്കി തീർത്ത് ഇവരുടെ ഈ പ്രവർത്തനത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? വളരെ മനോഹരമായിട്ടാണ് ഇപ്പം സ്കൂള് കാണാൻ കഴിയുന്നത്. 2 ആഴ്ച കാലത്തിനുള്ളിൽ ഇത്ര മനോഹരമാക്കാൻ DYFIക്ക് കഴിയും എന്നത് വലിയൊരു വിജയമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ വലിയ പരിവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കോന്നി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കടന്നു വന്ന DYFIയുടെ സന്നദ്ധ പ്രവർത്തകർ വലിയ നല്ലൊരു ഇതാണ് ഇവിടെ ചെയ്തു തന്നിരിക്കുന്നത്. സ്കൂൾ വളരെ വർണ്ണാഭമായിട്ടുണ്ട്. ഇപ്പം കുട്ടികൾ സ്കൂളിലേക്ക് കടന്നു വരുമ്പം ഇത് ഞങ്ങൾക്ക് വലിയൊരു മുന്നേറ്റമാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഈ മഴക്കാലത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റിവെച്ച് 2 ആഴ്ചക്കാലം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്ന സ്കൂളിൻ്റെ മനോഹാരിത എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഏറ്റവും നല്ല ഒരു മാറ്റമാണ് സ്കൂളിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വളരെ സന്തോഷം. സ്കൂളിൻ്റെ ഭാഗത്തിൽ നിന്ന് ബിരിയാണി ചലഞ്ച് നടത്തി അതിൻ്റെ പൈസ കണ്ടെത്തുകയും സ്കൂളിൽ അതിലെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞ DYFIയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും സ്കൂളിൻ്റെ പേരിൽ നൽകുന്നു. ഈ PTA വൈസ് പ്രസിഡന്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ, നമ്മൾ PTA എന്ന് പറയുമ്പോൾ രക്ഷകർത്താക്കളാണല്ലോ. സ്വാഭാവികമായിട്ട് രക്ഷകർത്താവ് എന്ന നിലയിൽ ഈ ഇവരുടെയൊക്കെ ഒരു പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തും? നല്ല രീതിയിൽ തന്നെ DYFI എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിലുടനീളം ഈ രീതിയിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോന്നി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നമ്മൾ PTA എന്നുള്ള രീതിയിൽ അവരോട് ഇതുപോലൊക്കെ സ്കൂളിൻ്റെ കാര്യങ്ങളൊന്ന് സംസാരിച്ചോ പറഞ്ഞ് ഞങ്ങൾ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കൃത്യമായിട്ട് ബിരിയാണി ചലഞ്ച് നടത്തി നല്ല രീതിയിൽ ഈ സ്കൂളിനെ ആവശ്യപ്പെട്ടാണല്ലോ. അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു DYFI ഉണ്ടായത്. PTA ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു നമ്മളോട് ചെയ്ത് ഇവരോട് ആവശ്യം വിശ്വസിക്കാൻ കാരണം ശ്രദ്ധിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ DYFI എന്ന് പറയുന്ന സംഘടന എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവരത് ചെയ്തു തരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് PTA എന്നുള്ള രീതിയിൽ നമ്മളത് അവരോട് അഭ്യർത്ഥിച്ചത്. ഇതാണ് DYFIക്കുള്ള വലിയ ഒരു അവാർഡാണ് ഇപ്പോൾ PTA വൈസ് പ്രസിഡന്റോട് ഈ പറയുന്നത്. ഇപ്പം മറ്റൊരു അധ്യാപനം ചോദിച്ചുണ്ട്. സാറിനോട് ചോദിക്കാൻ ഈ സാറിന് നമുക്ക് വലിയ സന്തോഷമായിരിക്കുമല്ലേ? തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കെട്ടിടം മുഴുവൻ ഇച്ചിരി മോശമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്കിത് പെയിൻ്റ് അടിക്കും, ഇത്രയും ഭാരിച്ച പണം നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്ന് വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ചലഞ്ച് DYFI ഏറ്റെടുക്കാൻ തയ്യാറാവുന്നതും അതുപോലെ അതിനാവശ്യമായിട്ടുള്ള പണം സ്വരൂപിക്കുകയും അതുപോലെ എത്രയും ദ്രുതഗതിയിൽ ഇത്രയും മോശമായ കാലാവസ്ഥയിലും അത് ചെയ്ത് ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു. അപ്പോൾ വളരെ നന്ദിയുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ബ്ലോക്ക് ഭാരവാഹി ബ്ലോക്ക് സെക്രട്ടറി അല്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ് ഈ പറയുന്നത് മൊത്തം. അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് തെളിയിക്കുകയാണല്ലേ, മുഷ്ടി ഉരുട്ടി മുദ്രാവാക്യം വിളിക്കുകയും സമരം ചെയ്യുകയും മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്ന് DYFI ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഈ ഒരു വലിയ ചലഞ്ച് വന്നപ്പോൾ ആദ്യം എന്താണ് തോന്നിയത്? ആദ്യം ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ തന്നെ ഇതൊരു ശ്രമകരമായ ദൗത്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സംഘടനാ ശേഷി, കോന്നി ബ്ലോക്കിലാകെ DYFIയുടെ സംഘടനാ ശേഷി ഉപയോഗിച്ചാൽ അത് നടക്കും എന്ന് ഞങ്ങൾക്ക് ഉത്തമമായ ധാരണ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ. ഞങ്ങൾ DYFI എന്ന നിലയിൽ ഏത് പ്രവർത്തനമായി ജനങ്ങൾക്ക് സഹായകരമായ ഏത് പ്രവർത്തനം ഇറങ്ങിയാലും ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ ജോലി തുടങ്ങുമ്പോൾ ഭക്ഷണം നൽകിയത് ഇവിടുത്തെ PTAയിൽ നിന്നുള്ള രക്ഷകർത്താക്കളുടെ വീടുകളിൽ നിന്നാണ്. അതേപോലെ നമ്മൾ ഓരോ കാര്യങ്ങളുമായി ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് ഗുണകരമായ പ്രവർത്തനമാണെങ്കിൽ അതിന് ജനങ്ങളുടെ വലിയ പിന്തുണ DYFIക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഈ പരിപാടിയിലും ഉണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങൾ നിശ്ചയിച്ചതിനേക്കാട്ടിലും ബഡ്ജറ്റ് വർദ്ധിച്ചു. കാരണം ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കാൻ വെച്ചിരുന്ന തീരുമാനിച്ച പരിപാടിയാണ്.
പക്ഷേ 2 ആഴ്ചയിലേക്ക് ഈ പ്രവർത്തനം നീണ്ടു. മഴ കാലാവസ്ഥയുടെ ഒരു വലിയ പ്രശ്നം കൊണ്ട്. അപ്പോഴും നമുക്ക് വേണ്ട എല്ലാ സഹായവും പിന്തുണയും ഈ നാട്ടിലെ ബഹുജനങ്ങളാകെ നൽകിയിട്ടുണ്ട്. അധ്യാപകരും രക്ഷകർത്താ സമിതി എല്ലാവരും ആ പിന്തുണയുടെ ഭാഗമായി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐക്ക് ഈ പ്രവർത്തനം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ജൂൺ 30-ന് സമർപ്പിക്കില്ല സ്കൂൾ. ജൂൺ 30-ന് വൈകുന്നേരം 4 മണിക്ക് അത് നാടിന് സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം ചെറിയ മിനുക്കുപണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൂടെ പൂർത്തീകരിച്ച് ജൂൺ 30-ന് ജനങ്ങൾക്ക് സമർപ്പിക്കും. തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. നമുക്കറിയാം വയനാട് ഈ ഉരുൾപൊട്ടലുണ്ടായപ്പം ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ ആ പ്രവർത്തനം പ്രശംസ നേടിയതാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പന്തളത്ത് ഡിവൈഎഫ്ഐയുടെ വലിയതോട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തന നേതൃത്വത്തിൽ സ്കൂളൊക്കെ ശുചീകരിക്കുന്നതിൻ്റെ ഇതിലാണ്. മാത്രമല്ല, എനിക്കൊന്ന് അനീഷ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷറാണ്. അനീഷ്, ഈ മഴയൊക്കെയാണ്, പ്രളയ പ്രശ്നമുണ്ടെങ്കിലും ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് സജ്ജമാണല്ലേ ഇറങ്ങാൻ വേണ്ടി? അത്തരത്തിൽ ജനങ്ങളെ സേവിക്കാൻ സജ്ജമായ ഒരു കൂട്ടം സംഘടന, യുവാക്കളുടെ സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്ന് അവരൊരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.